സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വീട്ടിൽ ഉപയോഗിക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് വാക്യങ്ങളാണ്. സിമ്പിളാണെന്ന് മാത്രമല്ല, നമ്മൾ എന്നും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്യങ്ങളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ വാച്ച് എന്ത് ചെയ്യും, നമ്മളെപ്പോഴും ചോദിക്കുന്നതാണല്ലേ. അല്ലെങ്കിൽ ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തെ പല പല കാര്യങ്ങളല്ലേ. അതുപോലെ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് തൊട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ് പഠിക്കുക. അപ്പോഴെന്താണ്, റിപ്പീറ്റേഷനാണ് ഏത് ഭാഷ നമ്മൾ പഠിക്കാൻ വേണ്ടി കാരണമാകുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴും നമുക്ക് ഭാഷ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എളുപ്പവഴി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ സെൻറ്റൻസുകൾ ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് മറന്നുപോയി അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓർക്കണം ഇതെന്താണ് ആ വാക്യം എന്ന് ഓർക്കണം എന്നുണ്ടെങ്കിൽ പോയി നോക്കിയാൽ മതി അല്ലേ. എന്നിട്ട് നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്ന 1000 ലൈക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ പഠിച്ച ഒരു സെൻറ്റൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോഴെനിക്ക് മനസ്സിലാകും നിങ്ങളത് പഠിക്കുന്നുണ്ടായിരുന്നുണ്ടല്ലേ. നമുക്ക് ശ്രദ്ധിക്കാം ഏതൊക്കെയാണെന്നുള്ളത്. എൻ്റെ വാച്ച് എന്ത് ചെയ്യും, ഞാൻ ഈ മേശ വെച്ചാണല്ലോ. കറക്റ്റ്. വേർ ഈസ് മൈ വാച്ച്, വേർ ഈസ് മൈ വാച്ച്. അപ്പോൾ എൻ്റെ മൊബൈൽ എന്ത് ചെയ്യുന്നതാണ്, വേർ ഈസ് മൈ മൊബൈൽ അല്ലേ. ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ. ഞാൻ എവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ടേബിളെ വെച്ചായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് കെപ്റ്റ് ഇറ്റ് എന്നുള്ള ഏത് ടെൻസാണ്. ടെൻസ് ഞാൻ പറയുന്നില്ല, എങ്കിലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. ചാപ്റ്റർ 6 നമ്മൾ പഠിച്ചതുമാണ്. വേർ ഈസ് മൈ വാച്ച്, ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ. എല്ലാം നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം അല്ലേ. വേർ ഈസ് മൈ വാച്ച്, ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഓൺ ദ ടേബിൾ. അടുത്തത് നമുക്ക് ശ്രദ്ധിക്കാം. നീ എന്നെ അടുത്തോണ്ടിരിക്കുക. വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്. നമ്മൾ സാധാരണ ചോദിക്കുന്നത് നീ എന്നെ അടുത്തോണ്ടിരിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ്. ഒന്നുകൂടെ പറയാം, വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ്. ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ഡൂയിങ് ദ ലോണ്ട്രി, ഐ എം ഡൂയിങ് ദ ലോണ്ട്രി. ലോണ്ട്രി എന്ന് പറഞ്ഞാൽ തുണി കഴുകുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ എം ഡൂയിങ് ദ ലോണ്ട്രി. ഓക്കെ, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ എം വാച്ചിങ് TV, ഐ എം വാച്ചിങ് TV. ഓക്കെ, നമുക്കൊന്നുകൂടെ പറയാം അല്ലേ. ഐ എം ഡൂയിങ് ദ ലോണ്ട്രി, ഐ എം വാച്ചിങ് TV. ഞാൻ കള പറിക്കുകയാണ് അല്ലെ, പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ മുറ്റത്തേക്ക് പുല്ല് പറിക്കാറുണ്ട് അല്ലേ, അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ഐ എം പുള്ളിങ് വീഡ്സ്. ഈ കള എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പുല്ലുകളെയാണ് നമ്മൾ കളയുന്നത് അല്ലേ. ഐ എം പുള്ളിങ് വീഡ്സ്. എന്താണ്, ഐ എം പുള്ളിങ് വീഡ്സ്, പുല്ല് പറിക്കുക. ഐ എം പുള്ളിങ് വീഡ്സ്. ഞാൻ പട്ടിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്, ഐ എം ഫീഡിങ് ദ ഡോഗ്. പക്ഷെ ശ്രദ്ധിക്കുക, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, നമുക്ക് എന്ത് സാധനമാണെങ്കിലും എന്ത് മൃഗമോ അല്ലെങ്കിൽ മനുഷ്യക്കുഞ്ഞോ ഒക്കെ ആണെങ്കിലും എടുത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റത്തില്ലേ. അവരെയൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫീഡ് ചെയ്യണം അല്ലേ. കുട്ടികളെ നമ്മൾ എന്താണ് ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ എടുത്ത് കഴിക്കാൻ പ്രാപ്തിയില്ലാത്തവരെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പൂച്ചയാണെങ്കിലോ ഫീഡ്. കറക്റ്റ്. കാരണം എന്താണ്, അതിനെടുത്ത് കഴിയത്തില്ല അല്ലേ. അപ്പോൾ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ഐ എം ഫീഡിങ് ദ ഡോഗ്, ഐ എം ഫീഡിങ് ദ ഡോഗ്. ഓക്കെ, ഞാൻ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും, ഐ എം ഫീഡിങ് മൈ ബേബി അല്ലേ. ഐ എം ഫീഡിങ് മൈ ബേബി. പൂച്ചയ്ക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഫീഡിങ് ദ ക്യാറ്റ്, ഐ എം ഫീഡിങ് ദ ക്യാറ്റ് അല്ലേ. എൻ്റെ സഹോദരൻ ഡൽഹിക്ക് പോയി. അവനിപ്പോൾ ഇവിടെ ഇല്ല അല്ലേ, അവൻ ഡൽഹിക്ക് പോയി. ഇപ്പം എങ്ങനെ പറയാൻ പറ്റും, കറക്റ്റ്. ഏത് ടെൻസിലാണിത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. എങ്ങനെ പറയാൻ വേണ്ടി പറ്റും, കറക്റ്റ്. മൈ ബ്രദർ ഹാസ് ഗോൺ ടു ഡൽഹി. ശ്രദ്ധിക്കുക, മൈ ബ്രദർ ഹാസ് ഗോൺ ടു ഡൽഹി. ഇപ്പോൾ ഈ ബ്രദർ ഇപ്പോൾ എന്ത് ചെയ്യും, അവൻ ഡൽഹിക്ക് പോയല്ലോ, അപ്പം ഡൽഹിയിലാണല്ലോ അല്ലേ. മൈ ബ്രദർ ഹാസ് ഗോൺ ടു ഡൽഹി, മൈ ബ്രദർ ഹാസ് ഗോൺ ടു ഡൽഹി. ഏത് ടെൻസാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മൾ പഠിച്ചത് ഏത് ചാപ്റ്ററിലാണ്, ചാപ്റ്റർ 6 കറക്റ്റ്. ഇനി എൻ്റെ സഹോദരൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല ഞാൻ തിരുവനന്തപുരത്തിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിട്ടുണ്ട് അല്ലേ, എനിക്കറിയാം അവിടെ ഞാൻ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം അല്ലേ. എന്ന് പറഞ്ഞാൽ ഇപ്പോഴവിടെയാണെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ മുമ്പേ പറഞ്ഞ എന്താണ്, എൻ്റെ ബ്രദർ ഡൽഹിക്ക് പോയി അല്ലേ. ഇപ്പോൾ ഇത് നേരെ തിരിച്ചാണ്, ഡൽഹിക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ പറയാൻ വേണ്ടി പറ്റും, മൈ ബ്രദർ ഹാസ് ബീൻ ടു ഡൽഹി. ഓക്കെ, മൈ ബ്രദർ ഹാസ് ബീൻ ടു ഡൽഹി. അല്ലെങ്കിൽ ഐ ആണെങ്കിലോ, ഞാൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്, ഐ ഹാവ് ബീൻ ടു ഡൽഹി, ഐ ഹാവ് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, നമ്മൾ പഠിച്ചാണ് അല്ലേ. എന്താണ്, സിംഗുലർ വരുമ്പോൾ ഹാസ് പറയും അല്ലേ, പ്ലൂറൽ പറയുമ്പോൾ എന്താ ഹാവ് പറയും. നമ്മൾ ഐയെ പ്ലൂറലായിട്ടാണ് നമ്മൾ പഠിച്ചത്.
എളുപ്പത്തിന് വേണ്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇതേതൊക്കെ ചാപ്റ്ററിലാണ് ഇത് പഠിച്ചത്? രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇത് പഠിച്ചതാണ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പക്ഷേ ഈ ഇതിനെപ്പറ്റി ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീനിനെ പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ ചാപ്റ്റർ 241 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 241 അത് കാണുക. ഇനിയിപ്പോഴും നിങ്ങൾ ആദ്യം മുതൽ കണ്ടിട്ടതിന് ശേഷം മാത്രമേ 241 പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. മൈ ബ്രദർ ഹാസ് ബീൻ ടു ഡൽഹി. ഞാൻ തിരുവനന്തപുരത്തിന് പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു തിരുവനന്തപുരം അല്ലേ. ശ്രദ്ധിക്കുക, അത് എവിടെ പോവുകയാണ്? വേർ ഈസ് ഹി ഗോയിങ്? വേർ ഈസ് ഹി ഗോയിങ്? വേർ ഈസ് ഹി ഗോയിങ്? അവൻ എവിടെ പോവുകയാണ്? വേർ ഈസ് ഹി ഗോയിങ്? ആ തിരി ഒന്ന് ഊതിയേര്. പ്ലീസ് ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ. പ്ലീസ് ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. എന്താണ് പ്ലീസ് ബ്ലോ ഔട്ട് ദ ക്യാൻഡിൽ? അപ്പോൾ ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ ഊതുക എന്നുള്ള അർത്ഥമാണ് അല്ലേ. ഇനി വേറൊന്ന്, തിരി കെട്ടുപോയി. ഒരു കാറ്റടിച്ചങ്ങ് തിരി കെട്ടുപോയി. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ദ ക്യാൻഡിൽ ബ്ലൂ ഔട്ട്. അപ്പോൾ ബ്ലോ ഔട്ടിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത്? ബ്ലൂ ഔട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? ചാപ്റ്റർ 7 പഠിച്ചതാണ് അല്ലേ. ദ ക്യാൻഡിൽ ബ്ലൂ ഔട്ട്. തിരി കെട്ടുപോയി. ദ ക്യാൻഡിൽ ബ്ലൂ ഔട്ട്. രാവിലെ എന്താണ് വേണ്ടത്? നമ്മൾ സാധാരണ നമ്മളോട് ഇപ്പോഴേ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ, രാവിലെ കഴിക്കാൻ എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളെന്താണ് എങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? ഇവിടെ ശ്രദ്ധിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല പറയുന്നത്, ബ്രേക്ക് ഫസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളിതിനെപ്പറ്റി സംസാരിച്ചാണല്ലോ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണെങ്കിലും മതി. എനിത്തിങ് വിൽ ഡു. Anything will do. What would you like to have for breakfast? What would you like to have for breakfast? Anything will do. ചായ വേണോ അതോ കാപ്പി വേണോ? നമ്മുടെ ആരിലൊക്കെ ചോദിക്കാമല്ലോ നമ്മളിപ്പോൾ എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ അല്ലേ. എന്താ വേണ്ടത്? ചായ വേണോ അതോ കാപ്പി വേണോ? Would you like coffee or tea? Would you like coffee or tea? അപ്പോൾ എനിക്ക് ചായ മതി. I will have tea. I will have tea. Would you like coffee or tea? Would you like coffee or tea? I will have tea. അല്ലെങ്കിൽ ഐ വിൽ ഹാവ് കോഫി. നമുക്കൊന്നുകൂടെ ചോദിക്കാം അല്ലേ. വുഡ് യു ലൈക്ക് കോഫി ഓർ ടീ? ഐ വിൽ ഹാവ് ടീ. നമ്മൾ സാധാരണ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ടി വി പരിപാടി കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, നല്ല രസമുണ്ടല്ലേ? നമ്മൾ അടുത്തുള്ളവരോട് ചോദിക്കത്തില്ലേ, അടുത്തിരിക്കുന്നവരോട്. എങ്ങനെ ചോദിക്കാൻ വേണ്ടി പറ്റും? ദിസ് ഈസ് റിയലി ഫണി ഈസ്ന്റ് ഇറ്റ്? നല്ല രസമുണ്ടല്ലേ അല്ലേ? അല്ലേ എന്നുള്ളതാണ് അവിടെ ഈസ്ന്റ് ഇറ്റ് എന്ന് തോന്നുന്നത്. അത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കറക്റ്റ്, അത് ടാഗ് ക്വസ്റ്റ്യൻ ആണ്. ടാഗ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. This is really funny, isn't it? I don't think so. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എനിക്ക് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നുന്നില്ല. This is really funny, isn't it? I don't think so. I don't think so. അപ്പോൾ നമ്മൾ ഇതേത് ചാപ്റ്ററിലാണ് പഠിച്ചത്? ടാഗ് ക്വസ്റ്റ്യൻ പഠിച്ചത് 134 ചാപ്റ്ററിലാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണോ? റിയലി? എനിക്ക് വലിയ രസമൊന്നുമില്ല ആണോ നമ്മൾ ചോദിക്കത്തില്ല. റിയലി? ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരുമോ? നമ്മൾ ആരും ചോദിക്കത്തില്ലേ, ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരുമോ? Can you get me some water please? 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 കുട്ടികളൊക്കെ സാധാരണ മാതാപിതാക്കളോട് ചോദിക്കത്തില്ല, ഞങ്ങൾക്കൊരു കഥ വായിച്ചു തരാമോ? എങ്ങനെ ചോദിക്കും? കറക്റ്റ്. പ്ലീസ് റീഡ് ആസ് എ സ്റ്റോറി. 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 അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭിത്തിയിൽ എഴുതി വെക്കുക, ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കുക, റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഏത് ഭാഷയും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.